നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മേജർ പറയുന്നുണ്ട് കേട്ടോ, ശാരിക എവിടെ ഉണ്ടെന്നൊക്കെ എനിക്കറിയാവുന്ന സത്യം ഞാൻ നിങ്ങളോട് പറയാമെന്നും പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ രാഖി പറയുന്നുണ്ട്, എന്നാൽ വലിയ ഉപകാരമായിരിക്കും എന്ന് പറയുന്നു. അപ്പം ശാരികയോട് ഞാൻ സഹായിക്കാമെന്നും ശാരികയെ ഞാൻ ഇവിടെ നിർത്താമെന്നും ഒക്കെ ശാരികയോട് പറഞ്ഞതാണ്. പക്ഷേ അവൾ സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ എൻ്റെ വൈഫ് ഹൗസിൽ അടിമാലിയിൽ 2 ദിവസം ആക്കി. അവൾ 2 ദിവസം അവിടെ നിന്നു. അതിനുശേഷം ഞാൻ അവളെ ബാംഗ്ലൂർ കൊണ്ടുവന്ന് ചെന്ന് ആക്കിയെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അയ്യോ, ബാംഗ്ലൂർ എവിടെയാണെന്ന് സാറൊന്ന് പറയൂ, ഞങ്ങൾ പോയി അവളെ കണ്ടോളാം, എൻ്റെ ചിലവിൽ ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നോളാം എന്ന് പറയുന്നു. അതെന്തായാലും നടക്കത്തില്ല. അവൾക്ക് അവിടെ വെച്ചൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അതുകൊണ്ട് തന്നെ അവളിപ്പോൾ റെസ്റ്റിലാണ്. അതുകൊണ്ട് ആരെയും കാണാനായിട്ട് അവൾ തയ്യാറാകുന്നില്ല എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. ഇതൊക്കെ കേൾക്കുന്ന രാജീവൻ്റെ രാഖി ഇങ്ങനെ നോക്കുന്നുണ്ട്. സ്വന്തം ചിലവിൽ കൂട്ടിക്കൊണ്ട് വന്ന് സ്വന്തം ചിലവിൽ ശുശ്രൂഷിച്ചോളാമെന്നോ. രാഖിക്ക് ഇതെന്താ പറ്റിയ? രാഖിയുടെ മനസ്സിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് മനസ്സിലാക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ശാരിക ഇപ്പോൾ ആരെയും കാണാനായിട്ട് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ബാംഗ്ലൂർ അവരെവിടെയാണ് ഉള്ളതെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയട്ടെ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ രാജീവും പറയുന്നുണ്ട്, ശാരികയുടെ വക്കീലും അന്വേഷിക്കുന്നുണ്ട്, കുടുംബ വക്കീൽ ശാരികയെ. കാരണം രാമഭദ്രൻ തിരുമേനിയുടെ സ്വത്തുക്കൾക്കെല്ലാം ഇപ്പോൾ അവകാശി ശാരികയാണല്ലോ. അതുകൊണ്ട് തന്നെ ശാരിക ഇവിടെ വരാതിരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ രാഖി പറയട്ടോ ചെയ്യുന്നത്, എത്രയും പെട്ടെന്ന് അവളെ എനിക്കൊന്ന് കാണണം, ഞാൻ അവളെ കൊണ്ടുവന്നോളാം, അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തോളാം എന്നൊക്കെ പറയുന്നു. വീണ്ടും രാജീവന് രാഖിയുടെ മേലെ സംശയമാവാണ്. അപ്പോൾ വക്കീലിൻ്റെ നമ്പർ എനിക്കൊന്ന് എന്തായാലും ഞാൻ ശാരിക ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ, നിങ്ങൾ വന്ന കാര്യവും പറയാം, അവൾ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അവൾ എവിടെയാണ് ഉള്ളതെന്നുള്ള ഡീറ്റെയിൽസ് തരാമെന്ന് പറയുന്നു. എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്നും അത് സാറ് വിചാരിച്ചാൽ നടക്കത്തുള്ളൂ എന്നൊക്കെ രാഖി പറയുന്നു. ഇത് കേൾക്കുന്ന രാജീവൻ്റെ സംശയം ഇരട്ടിക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് ആ ഗുണ്ടയാണ്. ആ ഗുണ്ട അതായത് സെട്രിക് എന്ന് പറഞ്ഞ ആ ഗുണ്ട മറ്റു ഗുണ്ടകളോട് ദേഷ്യപ്പെടുക കേട്ടോ ചെയ്യുന്നത്. നിന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയായല്ലോ. ആ ഗരുഡ മുതലാളി പറഞ്ഞിട്ട് ആ കാര്യം ചെയ്തില്ലെങ്കിൽ അയാൾ എൻ്റെ കുഴിമാടത്തിൽ കിടക്കുന്ന തന്തയും തള്ളയും പോലും വെറുതെ വിടില്ല, അമ്മാതിരി ചീത്ത വിളിക്കുമെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അത് അയാൾ തോക്കുമായിട്ട് വന്നതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നു. തോക്കുമായിട്ട് വന്നു പോലും അയാളുടെ കയ്യിൽ ഞങ്ങളുടെ ഫോട്ടോസ് കാണും സാർ, അപ്പം ഞങ്ങളെ പോലീസ് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയും. എവിടെയെങ്കിലും ഒളിവിൽ പോടാന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നു. പിന്നീട് ഗരുഡൻ സെട്രിക്കിനെ വിളിച്ചിട്ട് പറയാം കേട്ടോ ചെയ്യുന്നു, ഒരു കാര്യം ഏൽപ്പിച്ച മര്യാദയ്ക്ക് ചെയ്യാനായിട്ട് നിനക്ക് അറിഞ്ഞുകൂടാ അല്ലേ? ഇന്ന് ധൈര്യത്തിലാടാ നീ എൻ്റെ ഫോൺ എടുത്ത് മര്യാദയ്ക്ക് കാര്യം നീ അവസാനിപ്പിച്ചോ, അവരെ 2 പേരെ എന്നേക്കും തീർത്തോ. രാജേന്ദ്രൻ സാർ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് പറയുന്നത്, എനിക്ക് ഒരു അവസരം കൂടെ തരണമെന്ന് സെട്രിക്ക് പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് രാഖിയും രാജീവനും പോകുന്ന വഴിക്ക് രാജീവൻ്റെ മനസ്സിലുള്ള സംശയങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി ഒരിടത്ത് വണ്ടി നിർത്തുന്നു. എന്നിട്ട് രാജീവൻ ചോദിക്കുന്നുണ്ട് രാഖിയുടെ അടുക്ക, നീ ശാരികയെ അന്വേഷിക്കുന്നത് വെറുതെ ഒന്നുമല്ല, എന്തോ ഒരു ഉദ്ദേശമുണ്ട്, പശ്ചാത്താപത്തിൻ്റെ പേരിൽ മാത്രമല്ല എന്ന് രാജീവൻ പറയുന്നു. നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ രഹസ്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ നീ നിൻ്റെ സ്വന്തം ചിലവിൽ അവളെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചോളാം എന്നൊക്കെ നീ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? പശ്ചാത്താപമാണെങ്കിൽ നിനക്ക് അവളെ കാണണമെന്നുണ്ട്, പക്ഷെ മടക്കി വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് നീ ചിന്തിക്കില്ല എന്ന് രാജീവൻ പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും രാഖിക്ക് മനസ്സിലാവുന്നുണ്ട് രാജീവേട്ടനെ എന്നെക്കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന്. അപ്പോൾ ഉടനെ രാഖി പറയാട്ടോ ചെയ്യുന്നത്, പശ്ചാത്താപം മാത്രമാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്, എനിക്ക് മനസമാധാനം വേണം, ഞാൻ എന്തായാലും വലിയ ക്രൂരത തന്നെയാണ് ശാരികയോട് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് അവളെ കണ്ടെത്തിയേ മതിയാകത്തുള്ളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. നീ എന്തെങ്കിലും എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെങ്കിൽ നീ തുറന്നു പറയണമെന്ന് രാജീവൻ പറയാട്ടോ ചെയ്യുന്നത്. നീ എന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട്, നിൻ്റെ മനസ്സിൽ എൻ്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറിയിട്ടുമുണ്ട്, അതെല്ലാം ഞാൻ സമ്മതിച്ചു തരുന്നു, അല്ലെങ്കിൽ നിനക്ക് എന്നെ ഇത്രയ്ക്ക് ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കത്തില്ല, അതും എനിക്കറിയാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ രാഖി പറയുന്നുണ്ട്, രാജീവേട്ടൻ്റെയും കുട്ടികളുടെയും സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു പോയതായിരുന്നു, എനിക്ക് തിരിച്ചു കിട്ടി, ഇനി എനിക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരിയുമായിട്ട് ആകെപ്പാടെ ഉള്ളത് ശാരിക മാത്രമാണെന്നും അവളെയും എനിക്ക് കണ്ടെത്തണമെന്നും അവളോട് മാപ്പ് ചോദിച്ച് അവളുടെയും സ്നേഹം എനിക്ക് വേണമെന്നും എങ്കിൽ മാത്രമേ എനിക്ക് മനസമാധാനം കിട്ടത്തുള്ളൂ എന്നും രാഖി പറയുന്നു. അത് രാഖിക്ക് എങ്കിൽ മാത്രമേ മനസമാധാനമായിട്ട് മരിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയാതെ രാഖി അവിടെ പറയുന്നത് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ജയരാമനും ഗീതയുമാണ്. എന്ത് ചെയ്യും നമ്മൾ? രാജേന്ദ്രൻ പറഞ്ഞതുപോലെ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് മേടിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാകുമല്ലോ എന്ന് പറയുമ്പോൾ തന്നെ രാജേന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ വന്നതെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത് ജയരാമൻ. അപ്പോൾ ഉടനെ തന്നെ രാജേന്ദ്രൻ പറയുന്നുണ്ടോ, അടിമാലിക്ക് പോയില്ല അതുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞു. പിന്നീട് തിരിച്ചു വന്നിട്ട് ചോദിക്കുന്നു, എന്തായി മുദ്രപത്രത്തിൽ അമ്മയെ കൊണ്ട് ഒപ്പ് വെപ്പിച്ചോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ ഗീത പറയുന്നു, ഒപ്പ് വെപ്പിക്കാനായിട്ടെല്ലാം പറഞ്ഞ് ജയേട്ടൻ സമ്മതിപ്പിച്ചതായിരുന്നു. അപ്പം പെട്ടെന്നാണ് ആ രാജീവൻ രാഖിയും കൂടി ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ കയ്യിൽ മുദ്രപത്രം ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ എന്നോട് രാജീവൻ ദേഷ്യപ്പെട്ടു, എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ, എന്നെ പറയാവുന്നിടത്തോളം പറഞ്ഞു ചേന്നും പറഞ്ഞുകൊണ്ട് രാജേന്ദ്രൻ അങ്ങോട്ട് പൊട്ടിത്തെറിക്കട്ടോ ചെയ്യുന്നത്. എന്തൊരു മണ്ടനാണ് ചേട്ടാ, ആ സമയത്ത് എന്നെ വിളിക്കണ്ടേ, അവനെ നേരിടാനുള്ള ആൾക്കാരെ ഞാൻ ഇവിടെ ഇറക്കത്തില്ലായിരുന്നു. അയ്യോ, അവൻ വന്ന് പേടിപ്പിച്ചിട്ട് പോയെന്ന്, ചേട്ടൻ ഇത് ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ, നിങ്ങളെയൊക്കെ കൊണ്ട് എന്തിന് കൊള്ളാം മനുഷ്യ എന്നും പറഞ്ഞു
പറഞ്ഞുകൊണ്ട് ഇത്രയ്ക്ക് വലിയ മണ്ടനായി പോയല്ലോ, മുദ്രപത്രത്തിൽ ഒപ്പിടിപ്പിക്കാൻ പോയപ്പോഴത്തേക്കും അവൻ വന്ന് പേടിപ്പിച്ചപ്പോഴത്തേക്കും അങ്ങ് പോയിരിക്കുന്നു, അയ്യടാ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക കേട്ടോ ചെയ്യുന്നത്. നിങ്ങളേക്ക് ദേപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ, ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് നല്ലതുപോലെ അറിയാമെന്ന് പറയുന്നു. എന്നിട്ട് രാജേന്ദ്രൻ അകത്തേക്ക് കയറിപ്പോയി. ഒരു കൊടുങ്കാറ്റ് ശമിച്ച പോലെ ആയെന്ന് ഗീത പറയുക കേട്ടോ ചെയ്യുന്നത്. ദേ അവൻ നിങ്ങളെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഗീത ജയരാമനോട് ചോദിക്കട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി തല്ലിയില്ലെന്നേ ഉള്ളൂ, അവൻ്റെ വായിരിക്കുന്നതൊക്കെ കേട്ടു. ഇതാണ് ഇവൻ്റെ കുഴപ്പം. നമ്മളിനി എന്ത് ചെയ്യും ഗീതെ, ആരുടെ ഒപ്പം നിൽക്കുമെന്ന് ചോദിക്കട്ടോ ചെയ്യുന്നത്. എന്തായാലും രാജേന്ദ്രനെ പിണക്കാൻ പറ്റത്തില്ല, രാഗിയെയും രാജീവിനെയും വെറുപ്പിക്കാനും പറ്റത്തില്ല എന്ന് ഗീത പറയുന്നു. ഇവിടെ ശ്രീജ ആകെ ഭ്രാന്തെടുത്തിരിക്കുക കേട്ടോ ചെയ്യുന്നത്. ശ്രീജ ഉറങ്ങാതിരിക്കുന്ന കാണുമ്പോൾ ജയ വന്ന് ചോദിക്കുമ്പോൾ ശ്രീജ പറയുന്നുണ്ട്, ചേച്ചിയാണ് എന്നെ ഇതിലേക്ക് വലിച്ചിട്ടതെന്നും എനിക്കിപ്പോൾ രാജീവേട്ടൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായെന്നും പറയുന്നു. ആകെപ്പാടെ ഞാൻ പെട്ടിരിക്കുകയാണെന്നും രാഗി എന്തായാലും രാജീവേട്ടനെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി രാജീവേട്ടനെ രാഗി വിട്ടു തരത്തില്ലെന്നും പറയും. നീ ഇങ്ങനെ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന്, രാഗിയുടെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കുമെന്നും എന്തായാലും ഒരു വിവാഹമോചനം നടക്കണമെന്നുണ്ടെങ്കിൽ 6 മാസം മിനിമം എടുക്കും, അത്രയും കാലാവധി നിനക്ക് വെയിറ്റ് ചെയ്തുകൂടെയും ചോദിക്കുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടെന്നും അവർ പിടിമുറുക്കി കഴിഞ്ഞെന്നും ഒക്കെ പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും നീ ഒന്ന് സമാധാനപ്പെട്, രാഗിയുടെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിക്കും, അവളെ ഞാൻ ശരിപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നും രാഗിയും രാജീവനെയും വേർപിരിക്കുകയും ആ വാശിയിൽ നിന്റെ കഴുത്തിൽ രാജീവൻ പിന്നെ താലി കെട്ടിക്കോളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത് ചേച്ചി പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായെന്നും ചേച്ചി അതിനുവേണ്ടി ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നും പറയാട്ടോ ചെയ്യുന്നത് ശ്രീജ. അപ്പോൾ ഉടനെ തന്നെ നീ ഇങ്ങനെയാണെന്ന് ബഹളം വെച്ചിട്ട് കാര്യമുണ്ടോ, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കൊന്ന് പതുങ്ങിയിരിക്കേണ്ടി വരും, അതിൻ്റെ അർത്ഥം നമ്മളിത് വിട്ട് കളഞ്ഞു എന്നുള്ളതല്ല, നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്, ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ തിരിച്ചടിക്കും, അതുകൊണ്ട് നീ സമാധാനപ്പെടുക എന്നൊക്കെ പറഞ്ഞ് ജയയാണെങ്കിൽ ശ്രീജയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രീജ അങ്ങോട്ട് അടങ്ങുന്നില്ല കേട്ടോ. വെറുതെ ഇരുന്ന് എൻ്റെ മനസ്സിലേക്ക് രാജീവേട്ടനെ കൊണ്ട് നിറച്ചത് ചേച്ചിയാണെന്നും ആദ്യം ഞാൻ അവരെ തമ്മിൽ പിരിക്കണമെന്ന് മാത്രമേ കരുതിയുള്ളൂ, പിന്നീട് രാജീവേട്ടനോട് അടുത്തപ്പോഴത്തേക്കും എനിക്ക് രാജീവേട്ടനെ പിരിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, ചേച്ചി എൻ്റെ മനസ്സിലേക്ക് രാജീവേട്ടനെ നിറച്ചു തന്നു എന്നൊക്കെ പറയുന്നു. ഞാൻ ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് രാജീവേട്ടനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ജീവിച്ചിരിക്കത്തില്ല എന്നും നിങ്ങളെ ആരെയും മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നും എൻ്റെ മനസ്സിലേക്ക് രാജീവേട്ടനെ നിറച്ചതിൻ്റെ പേരിൽ ആദ്യം എഴുതി വെക്കുന്ന പേര് ഞാൻ ചേച്ചിയുടെ ആയിരിക്കുമെന്നും പിന്നീട് എനിക്ക് മോഹങ്ങൾ തന്ന് എന്നെ വഞ്ചിച്ചതിൻ്റെ പേരിൽ എന്നെ തകർത്തെറിഞ്ഞതിൻ്റെ പേരിലും രാജീവേട്ടൻ്റെ പേര് ഞാൻ എഴുതി വെക്കുമെന്നും പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന ജയാകെ ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. വെളുക്കാൻ തെച്ചത് പാണ്ടായോ, നല്ലതിന് വേണ്ടി ഞാൻ ചെയ്തതെല്ലാം ഇപ്പം അതേ കുളവായല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ജയ. ഞാൻ പറഞ്ഞതിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല, നീ ശ്രീജ നിനക്ക് ഭ്രാന്തായി, നീ എന്ത് ഇങ്ങനെയൊക്കെ അത് എനിക്ക് ഭ്രാന്താണ്, ഞാൻ ഇങ്ങനെ തന്നെ പറയത്തുള്ളൂ, എനിക്ക് രാജീവേട്ടനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറയുന്നു. ജയ ആകെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ഗീതയും ജയരാമനും കൂടെ രാജേന്ദ്രൻ്റെ അടുക്ക ചെല്ലുന്നു. നാളെ അവരെ രാജീവനും അതുപോലെ രാഖിയും കൂടെ അമ്മയെ കൊണ്ടുപോകാൻ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. അമ്മയെ അങ്ങ് പാക്ക് ചെയ്ത് പറഞ്ഞു വിട്ടേരെന്ന് പറഞ്ഞു. എന്താ രാജേന്ദ്രൻ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ലാതെ പിന്നെ നിങ്ങൾ ഇത്രയ്ക്ക് വലിയ മണ്ടനായി പോയോ, അവർ വന്നാൽ അവരെ തടയണമെന്ന് പറയുന്നു. ഞാൻ എങ്ങനെ തടയാനാണെന്ന് ജയരാമൻ ചോദിക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ ഗീത പറയുന്നുണ്ട്, ജയേട്ടനെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നു, നീ ഇവിടെ എന്തായാലും വേണമെന്ന് പറഞ്ഞു, എനിക്ക് നാളെ ജയിൽ ഡ്യൂട്ടി ഉണ്ട്, നാളെ എനിക്ക് പോകാതിരിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് രാജേന്ദ്രൻ പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഗീത ആലോചിക്കുന്നു, അപ്പോൾ ഇവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് ജയേട്ടൻ്റെ തലയിൽ കൊണ്ടിടാനാണ് ഇവൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, രാജീവിനെ രാഗിയെ നേരിടാനുള്ള ആൾക്കാരെയൊക്കെ ഞാൻ ഇവിടെ ഇറക്കിക്കോളാം, അവർ വരുമ്പോൾ എന്നെ വിളിച്ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഗീത പറയുന്നുണ്ട്, നിനക്ക് എന്നാൽ പിന്നെ രാവിലെ തന്നെ അവരിവിടെ ഏർപ്പാട് ചെയ്തുകൂടെയും ചോദിക്കുന്നു. അങ്ങനെയൊന്നും പറ്റത്തില്ല, അയൽപക്കക്കാരൊക്കെ ശ്രദ്ധിക്കും, അത് കൂടുതൽ പ്രശ്നമാകുമെന്ന് പറയട്ടെ ചെയ്യുന്നത്. രാജേന്ദ്ര നീ ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് വീണ്ടും ജയരാമൻ പറയുന്നു. ഈ ചേട്ടൻ ഇത്രയ്ക്ക് വലിയ പേടിത്തൊണ്ടനായി പോയല്ലോ, അവർ വരുമ്പോൾ അവർ നേരിടാനുള്ള ആൾക്കാരെ ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താണെന്ന് ചോദിക്കട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ രാജേന്ദ്രൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഗീതയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം എന്തെങ്കിലും അവിടെ പ്രശ്നം വെട്ടും കുത്തും ഒക്കെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ജയരാമൻ്റെ തലയിലിരിക്കും, രാജേന്ദ്രൻ നിന്ന് അത് രാജേന്ദ്രൻ്റെ തലയിലാവുമല്ലോ, അതുകൊണ്ട് നൈസ ജയരാമൻ്റെ തലയെ കൊണ്ട് ഇടാനുള്ള രാജേന്ദ്രൻ്റെ തന്ത്രമാണെന്നൊക്കെ ഗീതയ്ക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ഗീത അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഞാൻ പൊളിച്ചു തരാമെന്ന് ചിന്തിക്കാട്ടോ ചെയ്യുന്നത്. പിന്നീട് രാജേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട, ജയരാമേട്ടൻ പറയുന്നത് പോലെയൊക്കെ തന്നെ ഗുണ്ടകൾ ചെയ്തോളൂ എന്ന് പറയുന്നു. ദേ ഇവനെ ഇവിടെ ഏർപ്പാട് ചെയ്യാൻ പോകുന്ന പക്ക ക്രിമിനലുകളെ ആയിരിക്കും, നമ്മൾ പറഞ്ഞിട്ടാണ് രാഖിയും രാജീവനും അമ്മയെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ച്, ഇനി അവരുടെ കൂടെ വിടാതിരിക്കുന്നത് എങ്ങനെയാണ് ജയരാമൻ ചോദിക്കുന്നു. എന്തായാലും രാജേന്ദ്രന് തോന്നണം നമ്മൾ രാജേന്ദ്രൻ്റെ കൂടെയാണ് നിൽക്കുന്നതെന്ന്, പക്ഷേ രാഖിയും രാജീവനെ വെറുപ്പിക്കാനും പാടില്ല, ആ രീതിയിൽ വേണം നമ്മൾ നിൽക്കാനെന്ന് പറയുന്നു. പിന്നെ അതിന് നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു വഴി ചെയ്യാം, രാഖിയും രാജീവനും വന്ന് അമ്മയെ കൊണ്ടുപോയതിന് ശേഷം രാജേന്ദ്രനെ വിളിച്ച് പറഞ്ഞാൽ മതി, അതൊക്കെ അവന് മനസ്സിലാവും, അവൻ നമ്മളെ എടുത്തിട്ട് പെരുമാറുമെന്ന് ജയരാമൻ പറയും. എന്നാൽ പിന്നെ ഒരേ ഒരു വഴി മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ എന്ന് ഗീത പറയാട്ടോ ചെയ്ത്. അതെന്ത് വഴിയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ.
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമ്മയെ കൊണ്ട് മുദ്രപത്രത്തിൽ ഒപ്പിടിപ്പിക്കാനൊന്നും നിങ്ങൾ നിൽക്കണ്ട. ഇവനെ ആള് ക്രിമിനലാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സുരക്ഷിതത്വം നോക്കണം. അതിന് ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമുക്കിവിടെ നിങ്ങൾ മുങ്ങിയാലോ എന്നിങ്ങനെ ചോദിക്കട്ടോ. അത് ജയരാമന് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമില്ല. ഇവിടെ എന്ത് നടന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നു.